പ്രതിപക്ഷ പാർട്ടികൾ സ്ത്രീ വിരുദ്ധർ. വനിതാ സംവരണ ബിൽ പരാജയത്തിനു പിന്നാലെ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി ബിജെപി. വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടതിനു പിന്നാലെ ഇന്ത്യ സഖ്യത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ബിജെപി. സംസ്ഥാനങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും. പ്രതിപക്ഷ പാർട്ടികൾ സ്ത്രീ വിരുദ്ധരെന്ന മുദ്രാവാക്യം ഉയർത്തി ജില്ലാ ആസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് മഹിളാ മോർച്ച പ്രതിഷേധ പരിപാടികൾ നടത്തുക. ബിൽ ലോക്സഭയിൽ പാസ്സാകാത്തതിനെ തുടർന്ന് NDAയിലെ വനിതാ MP-മാർ പാർലമെന്റ് പരിസരത്ത് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ബില്ലിന്റെ പരാജയം നാരി ശക്തിക്കേറ്റ തിരിച്ചടിയാണെന്ന് BJP നേതാക്കൾ പറഞ്ഞു. നിയമസഭകളിലും പാർലമെന്റിലും സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള ചരിത്രപരമായ അവസരം പ്രതിപക്ഷം തടഞ്ഞുവെന്നും BJP ആരോപിച്ചു. സീറ്റുകൾ വർദ്ധിപ്പിക്കാനും 2029ഓടെ സംവരണം നടപ്പിലാക്കാനുമുള്ള അവസരം നഷ്ടപ്പെടുത്തിയതിന് പശ്ചിമ ബംഗാൾ, തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇത് പ്രധാന പ്രചരണ വിഷയമാക്കാനാണ് BJP തീരുമാനം. 2029 പൊതു തിരഞ്ഞെടുപ്പിനുള്ളിൽ രാജ്യത്തുടനീളം വനിതാ സംവരണ ബിൽ നടപ്പിലാക്കുമെന്ന് 2023 തീരുമാനിച്ചതായിരുന്നു. സർക്കാർ ഈ ബില്ലുമായി വന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം ഇതിനെ പൂർണ്ണമായും എതിർക്കുകയും ബിൽ പാസ്സാക്കുന്നത് തടയുകയും ചെയ്തെന്ന് BJP MP പൂനം ബെൻ പറഞ്ഞു. രാജ്യത്തെ സ്ത്രീകൾ രാഹുൽ ഗാന്ധിയോടും ഇന്ത്യ സഖ്യത്തോടും ക്ഷമിക്കില്ല. അവർ രാജ്യത്തെ സ്ത്രീകളോട് വലിയ അനീതി കാണിക്കുകയും അവരെ വഞ്ചിക്കുകയുമാണ് ചെയ്തതെന്നും MP പറഞ്ഞു. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വനിതാ സംവരണ ഭേദഗതി ബില്ലിന് ലോക്സഭയിൽ 3/2 ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെയാണ് ബിൽ പരാജയപ്പെട്ടത്. 278 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 211 പേർ പ്രതികൂലിച്ച് വോട്ട് ചെയ്തു. 489 പേരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. 3/2 ഭൂരിപക്ഷത്തിന് 48 വോട്ട് കുറവുണ്ടായി. 12 വർഷത്തിനിടയിൽ ലോക്സഭയിൽ പ്രതിപക്ഷം നേടിയ ആദ്യ വിജയം പ്രതിപക്ഷ കക്ഷികൾക്ക് തന്നെ തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.